നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഡോക്ടർ വൈജയന്തിയോട് പറഞ്ഞു, ബാലേന്ദ്രൻ പകുതി ഉള്ളിൽ ഒതുക്കി വെച്ചോണ്ടിരിക്കുക. പകുതി അയാളുടെ മനസ്സിലുള്ള വിഷമമൊന്നും പുറമേ കാണിക്കുന്നില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയന്തി പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല ഡോക്ടറെ. അങ്ങനെ അയാളെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചോണ്ടിരിക്കുകയെന്ന്. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, അത് മിസ്സിസ് ബാലേന്ദ്രൻ്റെ വെറും തോന്നൽ മാത്രമാണ്. ഇത്ര ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ എനിക്ക് അയാളുമായിട്ട്. ഒരു പേഷ്യൻ്റ്, ഒരു രോഗി എന്നുള്ള ബന്ധമുള്ളൂ. എങ്കിലും ഞാൻ അയാളെ മനസ്സിലാക്കിയിടത്തോളം അയാൾ പുറമേക്ക് അങ്ങനെ അധികം ഒന്നും പറയുന്ന ആളല്ല. അയാളുടെ മനസ്സിലുള്ള ഇമോഷൻസ് അയാൾ ഒരു പരിധിവരെ അടക്കി പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അയാൾക്ക് ഇപ്പം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്. അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു ഹാരമാണെങ്കിലും ദ്രാവകം വാതകമാണെങ്കിൽ ശരി, നമ്മളത് അടച്ചു വെക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒന്നെങ്കിൽ അത് പുറത്തേക്ക് ചീറ്റി വരും, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പം അതെയാണ് ബാലേന്ദ്രന് സംഭവിച്ചിരിക്കുന്നത്. അടക്കി വെക്കാവുന്നതിന് മാക്സിമം അയാൾ എന്തൊക്കെയോ ഉള്ളിൽ അടക്കി വെച്ചു. ഒടുവിൽ അത് പൊട്ടിത്തെറിച്ചു. ഇപ്പം അയാളുടെ ഒരു ബ്രോക്കൺ ഹാർട്ടാണ്. അത് വൈജയന്തി മനസ്സിലാക്കണം. വൈജയന്തി പറഞ്ഞു, അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ ഡോക്ടറെ? എന്ത് ചെയ്യാൻ പറ്റും? വൈജയന്തിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഭാര്യയല്ലേ. അപ്പം വേണ്ട പോലെ നോക്കണം. വേണ്ട പോലെ നോക്കണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അയാൾക്ക് മനപ്രയാസത്തിന് ഇട കൊടുക്കരുത്. അതിന് ഞാനൊന്നും കൊടുക്കുന്നില്ലല്ലോ, ഞാനൊന്നും പറയാനും പോകുന്നില്ലോ. ഇങ്ങനെ പറയും. അയാളുടെ മനസ്സിനിപ്പം സന്തോഷ സമാധാനമാണ് വേണ്ടത്. മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടായിക്കൂടാ. അതെ, എന്നോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, അല്ല ഡോക്ടറെ, അത് ബാലേന്ദ്രനോട് പറയണം. അയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചും ചിന്തിക്കുക പോലും പാടില്ല. അങ്ങനെയുള്ള സമയങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നൊക്കെയുള്ളത്. അപ്പോൾ അതിനിപ്പം വൈജയന്തിയും കൂടെ വേണം നോക്കാനായിട്ട്. അയാളുടെ മനസ്സിന് വേദനകളും വിഷമങ്ങളും കൊടുക്കാതെ അയാളുടെ സ്വസ്ഥതയെ സമാധാനത്തോടെ വിട്ടേക്കുക. വൈജയന്തി പറഞ്ഞു, അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്? അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഭാര്യ എന്ന നിലയിൽ ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അതെ, ചിലപ്പം വൈജയന്തിയുടെ സാമീപ്യം ബാലേന്ദ്രൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടറെ, നോക്കാൻ വേറെ ആൾ വേണം. വയ്യാത്ത അമ്മയാണ് വീട്ടിലുള്ളത്. പിന്നെ മക്കൾ സ്കൂളിലും പോകും. പിന്നെ ഞാനല്ലാതെ വേറെ ആരുണ്ട്? അല്ല, ഒരു ഹോം നേഴ്സ് ഉണ്ടല്ലോ, ഒരു സെർവൻ്റ് അവിടെ ഉണ്ടല്ലോ. അവർ ചെയ്യത്തില്ലേ കാര്യങ്ങളൊക്കെ? ഓ, അവൾ ഇന്നോ നാളെ അങ്ങോട്ടേക്ക് പോവും. അല്ല, അങ്ങനെ പോകുവാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പറയുവാണെങ്കിൽ അവൾ നിൽക്കില്ലേ? കുറച്ച് പൈസ കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞാൽ അവൾ നിൽക്കില്ലേ? താൻ പറഞ്ഞു വിടുന്നുള്ള കാര്യം വൈജയന്തിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, അവൾ അങ്ങനെ നിൽക്കത്തൊന്നുമില്ല. അവൾ ഞങ്ങൾ ചെന്ന ഉടനെ പോകണമെന്നും പറഞ്ഞിരിക്കുന്നേ. അല്ലെങ്കിലും അവൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ പോയാൽ വേറൊരുത്തി വരും. അതൊക്കെ ഇനിയിപ്പം നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ശരി, നിങ്ങൾക്ക് പോകാമെന്ന് പറയണം. അങ്ങനെ വൈജയന്തി അങ്ങ് തിരിഞ്ഞു നിന്നിട്ട് പിന്നെ ഡോക്ടർ ചോദിച്ചു, അല്ല ഡോക്ടറെ, എത്ര ദിവസം റെസ്റ്റ് എടുക്കണം? ഒരു 1-2 ആഴ്ച റെസ്റ്റ് എടുക്കണം. അതിനുശേഷം കാര്യങ്ങളൊക്കെ ഓക്കെ ആവാണ്. പിന്നെ പ്രശ്നമില്ല, പഴയതുപടി തന്നെ മുന്നോട്ട് പോവാം. ശരിയെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി വൈജയന്തി. അതിനുശേഷം മുറി ചെന്നിട്ട് പറഞ്ഞു, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു, അന്ന് ഇറങ്ങിയാലോ എന്ന് പറയണം. അങ്ങനെ ഇറങ്ങുവാണ്. വൈജയന്തി വേറെ കാരണമാണ്. അലീനയല്ല, മണിശങ്കറും ബാലേന്ദ്രനും കൃഷ്ണമോളുമാണ് ഒരു കാരണത്ത്. അങ്ങനെ അവർ വീട്ടിലേക്ക് പോരുന്ന സമയത്തൊക്കെ ബാലേന്ദ്രൻ ഒന്നും മിണ്ടിയില്ല. ബാലേന്ദ്രൻ വല്ലാതെ നിശബ്ദനായിരുന്നു. ബാലേന്ദ്രൻ ഇങ്ങനെയല്ല, നന്നായിട്ട് വർത്താനം പറയുന്ന ആളാ, സംസാരിക്കുന്ന ആളാ. മണിശങ്കറും ഒന്നും സംസാരിക്കുന്നില്ല. കൃഷ്ണമോള് പറഞ്ഞു, ഇതെന്താ വല്ലാത്തൊരു മൂകതയാണല്ലോ, ആരും എന്താ ഒന്നും സംസാരിക്കാത്തെ? അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന, അച്ഛൻ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ഇതെന്താച്ചാ ഇങ്ങനെ? അച്ഛൻ എന്തോ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എന്തോ ഭയങ്കര ആലോചനയിലാണല്ലോ. മനു പറഞ്ഞു, അത് ശരിയാ, അങ്കിൾ ഇതിലായിട്ട് ഒന്നും പറഞ്ഞിട്ട് പോലുമില്ല. ബാലേന്ദ്രൻ പറഞ്ഞു, എന്ത് പറയാൻ, ഞാൻ ഓരോന്നിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. ഇതെനിക്കൊരു രണ്ടാം ജന്മോ? എന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞേ? അതിപ്പം മോൾക്ക് മനസ്സിലായില്ല, പിന്നെ മനസ്സിലാക്കിക്കോളും. 2ാം ജന്മത്തിൽ ഞാൻ പല കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു പുതിയതായിട്ട്. അപ്പോഴേക്കും മണിശങ്കർ ചോദിച്ചു, അല്ല, ആദ്യ ജന്മത്തിലെ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ടല്ലോ. ആദ്യ ജന്മം ഞാൻ പലതിനെക്കുറിച്ച് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ആദ്യ ജന്മത്തിലെ കാര്യങ്ങളൊക്കെ ഇപ്പം 2ാം ജന്മത്തിൽ എൻ്റെ തലയിലേക്ക് എടുത്തിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തിരിച്ചു പോകാനാവാത്ത വിധം ഞാൻ കുറേ ദൂരം ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് എനിക്കിനി ഒരു തിരിച്ചുപോക്കുണ്ടാകത്തില്ല, ആദ്യ ജന്മത്തിലേക്കൊരു മടങ്ങിപ്പോക്കുണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. കൃഷ്ണമോള് ചോദിച്ചു, ഇതെന്താച്ചാ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അച്ഛൻ എന്തോ ചെറിയൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആളാകെ അങ്ങോട്ട് മാറിപ്പോയി. അച്ഛൻ ഇങ്ങനെയൊക്കെയാ പറയണേ, എനിക്കൊന്നും മനസ്സിലാകുന്ന പോലുമില്ല എൻ്റെ മനുവേട്ട എന്നൊക്കെ കൃഷ്ണമോള് പറഞ്ഞു.
പക്ഷെ മനുഷ്യങ്കറിനും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. വൈജയന്തിയുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്നൊക്കെയാണ് മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും വൈജയന്തിയുടെ കാറും വന്നിരുന്നു. വൈജയന്തിയുടെ കാറിനകത്തുനിന്ന് ബബിതയും വൈജയും കൂടെ ഇറങ്ങി. ആ സമയം കൃഷ്ണമോള് ബാലേന്ദ്രനെ പതുക്കെ പിടിച്ച് കാറിനകത്തുനിന്ന് ഇറക്കി. ഡിക്കി തുറന്ന് ഡിക്കിക്കകത്ത സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് മനു തുടങ്ങുന്ന സമയത്ത് മനുവിനൊരു ഫോൺ കോൾ വന്നു. മനു കോളും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന് സംസാരിക്കണം. അപ്പോഴേക്കും കഥവ് തുറന്ന് അലീന നിറഞ്ഞ ചിരിയോടെ നിൽക്കുക. അലീനയ്ക്ക് സന്തോഷം. ബാലേന്ദ്രൻ സാറിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നല്ലോ. ഈ സമയം ബാലേന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അലീനയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുക. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഇതെന്താ വെച്ചാ അച്ഛൻ അലീന ചേച്ചിയെ കണ്ടിട്ട് മനസ്സിലായില്ലേ? അത് അലീന ചേച്ചിയാ. അച്ഛൻ എന്നിട്ട് എന്താ ഇങ്ങനെ നോക്കണേ? ഒരു വല്ലാത്ത നോട്ടം നോക്കുന്നേ. ഒന്നുമില്ല. അപ്പോഴേക്കും കൃഷ്ണമോള് ബാലേന്ദ്രൻ്റെ കയ്യെ പിടിച്ചു. എന്നിട്ട് അവരങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കയറാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് വൈജി ഇങ്ങനെ വല്ലാത്തൊരു നോട്ടം നോക്കി അലീനയെ. ഒട്ടും ഇഷ്ടപ്പെടാത്ത മട്ടില്. കാരണം വൈജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അലീന അവിടെ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന ആ ഒരു കാഴ്ച. അതിനുശേഷം എന്ത് ചെയ്യാണ്, അങ്ങോട്ടേക്ക് ബാലേന്ദ്രനും കൃഷ്ണമോളും കയറി വന്നു. ബാലേന്ദ്രൻ അലീനയെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടിയൊന്നുമില്ല. ഒന്നും മിണ്ടാതെ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. വൈജയന്തി വന്ന് അലീനയെ നോക്കി. എന്നിട്ട് ചോദിച്ചു, നീ എപ്പോഴടി പോണേന്ന് ചോദിക്കുകയാണ്. ഞാൻ എപ്പോൾ വേണം പോകാൻ റെഡിയാ മാഡം. എന്നാൽ പെട്ടെന്ന് തന്നെ പോയിക്കോ. ഇനി ഇവിടെ നിൽക്കണ്ട. ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് ഇരുത്തി മുള്ളിട്ട് അകത്തേക്ക് കയറി. ഈ സമയം ബാലേന്ദ്രൻ്റെ അകത്തേക്ക് ചെന്നു. അകത്തേക്ക് ചെന്ന് താനും വൈജയം കിടക്കുന്ന മുറിയിലേക്ക് നോക്കി. മുറിയൊക്കെ നന്നായിട്ട് ഒരുക്കി ഷീറ്റൊക്കെ നല്ല വൃത്തിക്ക് മടക്കി വെച്ചിരിക്കുന്നു. എല്ലാ അലീനെ എഴുതിയിരിക്കുന്ന ബാലേന്ദ്രൻ മുറിയിലേക്ക് വരുവാണല്ലോ. അങ്ങനെ നോക്കിയിട്ട് കൃഷ്ണമോളോട് പറഞ്ഞു, അതെ ഞാൻ ഇന്ന് മുതൽ ഈ മുറിയിലല്ല എന്ന് പറയണേ. മുറിയിലല്ലേ? പിന്നെ അച്ഛൻ അവിടെ കിടക്കും. ഞാനേ മോളത്തെ മുറിയിലേക്ക് പോയിക്കോളാം. അവിടെ കിടന്നോളാം. അവിടെ എവിടെ? ഗസ്റ്റ് റൂം ഉണ്ടല്ലോ, എനിക്ക് ആ മുറി മതിയെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പതുക്കെ ബാലേന്ദ്രനും വൈജയം കിടന്ന ആ മുറിയിൽ നിന്ന് പുറത്തേക്കും കൂടെ ഇറങ്ങുവാണ്. കൃഷ്ണമോൾക്കൊന്നും മനസ്സിലായില്ല. കൃഷ്ണമോള് ബാലേന്ദ്രൻ്റെ കൈ പിടിച്ച് ഹാളിലേക്ക് വന്നു. ഈ സമയത്ത് അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി സാറ് ഡിസ്ചാർജായി വന്നിട്ടുണ്ട്. വന്നോ? ഇതേ ഇപ്പോൾ വന്നോളൂ. എങ്ങനെയുണ്ട് ബാലേന്ദ്രന്? കുഴപ്പമില്ല മുത്തശ്ശി, കുറവുണ്ട്. എൻ്റെ ഭഗവാനെ, നീ രക്ഷിച്ചു. എത്ര ദിവസമായി ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു സമാധാനമായത്. ആകെപ്പാടെ ഒരു ടെൻഷനായിരുന്നു. ആ സമയത്ത് അലീന പറഞ്ഞു, ശരിയാ, അപ്പം എനിക്കിനി പോകാലോ. എന്തിനാ മോളെ നീ പോണേ? നീ ഇവിടെ നിന്നൂടെ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ? അതിന് മേഡം ഉണ്ടല്ലോ, മേഡം നോക്കിക്കോളൂല്ലോ. അവൾ നോക്കും, നല്ല നോട്ടം നോക്കും. അവൾ രാവിലെ ബാങ്കിലേക്കെന്ന് പറഞ്ഞ് പോകില്ലേ, പിന്നെ കുട്ടികളും പോകില്ലേ. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മാഡത്തിനത് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പോകാമെന്ന് വിചാരിച്ചേ. അല്ല ഇനിയിപ്പം ഞാൻ പോയാലും സാറിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കണമെന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എന്താ മോളെ അങ്ങനെ പറഞ്ഞേ? അല്ല സാറിൻ്റെ മനസ്സിൽ ഒരു കാരണവശാലും വേദന കൊടുത്തുവിടാം. അറ്റാക്കൊക്കെ കഴിഞ്ഞ ആളല്ലേ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി വീണ്ടും സ്ട്രോക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അത് പാടില്ല. അത് ഒരു കാര്യം ചെയ്യണം, മുത്തശ്ശി മാഡത്തിനോടൊന്ന് പറയണം. ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കുന്ന ഒരു കാരണവശാലും ഇല്ല. അവളുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാ. അവളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നറിയോ? എവിടെ നിർത്തിയോ അവിടെ തൊട്ട് തുടങ്ങും. നിർത്തിയത് എവിടെ തൊട്ടോ? എനിക്കൊന്നും മനസ്സിലായില്ല മുത്തശ്ശി. അത് പിന്നെ ബാലേന്ദ്രന് 2 ദിവസം മുമ്പ് ഇവിടുന്ന് പോയല്ലോ. 2 ദിവസമല്ല, കുറച്ച് ദിവസം മുമ്പ് ഇവിടുന്ന് പോയായിരുന്നല്ലോ. എങ്ങോട്ട് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ വന്നത്. അതിനുശേഷം ഭയങ്കര മദ്യപാനം കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. വൈജയന്തി അവിടെ തൊട്ട് തുടങ്ങും. എങ്ങോട്ട് പോയി, എവിടെ പോയി, എന്ത് ചെയ്തു, എന്തിനാ മദ്യപിച്ച്, ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കത്തില്ല. ഒടുവിൽ അതും പറഞ്ഞിട്ടായിരിക്കും ഇനി അടുത്ത വഴക്ക്. അപ്പോഴേക്കും അലീന് പറഞ്ഞു, മുത്തശ്ശി അത് അപകടമാണ്, അറിയാലോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി സാറിന് എന്തെങ്കിലും അപകടം ഉണ്ടാവും. മുത്തശ്ശി അതുകൊണ്ട് കാര്യമായിട്ട് തന്നെ പറയണം. എന്ത് പറയാൻ എൻ്റെ മോളെ, ഞാൻ പറഞ്ഞു നോക്കാം, അവളുടെ സ്വഭാവമല്ലേ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ബാലേന്ദ്രൻ മോളത്തെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും വൈജയന്തി അങ്ങോട്ട് വന്നിട്ട് ഇതെന്താ ബാലേന്ദ്ര മുറിയിലേക്ക് പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നേ? ഇന്ന് മുതൽ ഞാൻ ആ മുറിയിലല്ല. ആ മുറിയിലല്ലേ? പിന്നെ നിങ്ങൾ ഏത് മുറിയിലാണ് കിടക്കാൻ പോണേ? ഞാൻ എവിടെയായാലും കിടന്നോളാം, അത് നീ അറിയേണ്ട കാര്യമില്ല. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, അത് പിന്നെ ആരുടെ മുറിയാ? നമ്മൾ രണ്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിയല്ലേ? ഇത്രയും കാലം ബാലേന്ദ്രൻ അവിടെ ആയിരുന്നല്ലോ. ഇത്രയും നാൾ അവിടെ ആയിരുന്നു. പക്ഷെ ഇനി മുതൽ അങ്ങനെയല്ല. അപ്പോഴേക്കും രോഹിതും ബബിതയും കൂടെ വന്നു. കൃഷ്ണമോള് പറഞ്ഞു, അച്ഛൻ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആരാ അച്ഛനെ നോക്കാനുള്ളേ? അച്ഛൻ അറ്റാക്കൊക്കെ വന്നല്ലേ, എപ്പോഴും നോട്ടം വേണമെങ്കിൽ താഴെ ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അതൊന്നും കുഴപ്പമില്ല മോളെ, എന്നെ ആരും നോക്കണ്ട, എനിക്ക് ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞു. അല്ല അച്ഛാ അത് പിന്നെ. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, മുകളിലേക്ക് പോകുന്നോളാം, പിന്നെ താഴേക്ക് വന്നേക്കരുത്, അറിയാലോ.
എന്നും പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അത് നീയല്ല തീരുമാനിക്കുന്നത്. ഇത് കൈതയ്ക്കൽ കുഞ്ഞിരാമമേനോൻ ഉണ്ടാക്കിയ വീടല്ല, നെടുമ്പുരയ്ക്ക് ബാലേന്ദ്രൻ ഉണ്ടാക്കിയ വീടാ. ഇവിടെ എവിടെ കിടക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ഇനി നീ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ, ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. അത് കേട്ടപ്പം വൈജയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. പിന്നീട് വൈജയോട് പറഞ്ഞു, നീ കൂടുതൽ അധികാരം എടുത്തോണ്ട് വരണ്ട. എനിക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നൊക്കെ നന്നായിട്ടറിയാം. പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീധനം ഒന്നും ഞാൻ ഇതിനായിട്ട് മേടിച്ചിട്ടില്ല, ഒരു ഷെയറും വാങ്ങിയിട്ടില്ല, അറിയാലോ. ഇതൊന്നും വാങ്ങാതെ ഞാൻ ഈ വീടൊക്കെ പണിത്. അതുകൊണ്ട് എൻ്റെ ഇഷ്ടം ഇവിടെ നടക്കാൻ പോകുന്നേ. ഞാൻ പറയും, ബാക്കിയുള്ളവരനുസരിക്കും. ഈ മുറിയിൽ ആരെവിടെയൊക്കെ കിടക്കണമെന്ന് പോലും ഞാനായിരിക്കും ഇനി തീരുമാനിക്കുന്നത്. അതും പറഞ്ഞിട്ട് കൃഷ്ണമോള് പറഞ്ഞു, മോളെ എന്നെ ആ മുറിയിലേക്ക് ഒന്ന് കൊണ്ടേ ആക്കാൻ പറയാണ്. അങ്ങനെ കൃഷ്ണമോള് ബാലേന്ദ്രൻ്റെ കൈ പിടിച്ചു മുകളിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. ആ സമയം വൈജയ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് അത് നോക്കി നിൽക്കുകയാണ്. വൈജയ്ക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. ഭവിത വന്നിട്ട് ചോദിച്ചു, ഇതെന്താ അമ്മ അച്ഛന് പറ്റിയത്, അച്ഛനെന്തേ ഇങ്ങനെയൊക്കെ? എനിക്കറിയില്ല എന്ന് പറഞ്ഞ് വൈജയ് ദേഷ്യപ്പെട്ടു പോയി. മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, അല്ലച്ചാ അച്ഛൻ ഇവിടെ തനിച്ചിനി എന്ത് ചെയ്യും? ഞങ്ങളൊക്കെ താഴെ ആയിരിക്കില്ലേ, എന്തെങ്കിലും ആവശ്യം വന്നാൽ പോലും. അതൊന്നും കുഴപ്പമില്ല മോളെ, ഞാൻ ഗോവർദ്ധനോട് പറഞ്ഞിട്ട് മുറിയിലൊരു ബെല്ല് പിടിപ്പിക്കും. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിലേ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആരെങ്കിലും വിളിക്കണമെങ്കിൽ മോളൊരു കാര്യം ചെയ്യുക, താഴെ ചെന്നിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങെടുത്തുണ്ടോ, ഫയൽസും കാര്യങ്ങളൊക്കെ. ഇനി മുതൽ അച്ഛൻ ഈ മുറിയിലായിരിക്കും കിടക്കുന്നത്. അല്ലച്ഛ ഇതിൻ്റെ ആവശ്യമുണ്ടോ? മോള് ചെന്ന് എടുത്തോണ്ട് വാ, അച്ഛൻ പറയുന്ന അനുസരിക്കുക. കൃഷ്ണമോള് പിന്നെ ഒന്നും മിണ്ടിയില്ല, താഴേക്ക് ഇറങ്ങിപ്പോയി. ആ സമയം ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.